വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു ടേസ്റ്റി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ ഫ്രൈ ആണ്. അത് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കണം തോന്നുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ്. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അതിന് ഞാനിത് ഒരു ചിക്കൻ വാങ്ങിയിട്ട് അതിൻ്റെ കഴുത്ത്, മുതുക് അങ്ങനെയൊക്കെയുള്ള ഭാഗം മാറ്റിയിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗവും ഇതിലുണ്ട്. നല്ലപോലെ കഴുകി വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് നമ്മൾ മസാല ഇടുക കേട്ടോ. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ നിറയെ ഗരം മസാല ഇട്ടിട്ടുണ്ട്. ഇതിൽ ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്, 1 ടീസ്പൂൺ തൈര് ഒഴിക്കുന്നുണ്ട്. ഇതെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ആക്കി എടുക്കുക. ഉപ്പും മുളകും ഇതൊക്കെ എരിവൊക്കെ നിങ്ങളുടെ എടുക്കുന്ന ചിക്കൻ അനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ ഗരം മസാല ഇട്ടതിൽ ഞാനതിൽ വലിയ ജീരകവും കുരുമുളകും ഒക്കെ പാടെ ചേർത്തി പൊടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ നിറയിട്ടത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചേർത്തി പൊടിക്കാത്തതാണെങ്കിൽ ഇത് നമ്മളിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. നിങ്ങൾ അങ്ങനെ ചേർത്തി പൊടിക്കാത്തതാണെങ്കിൽ 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി സെപ്പറേറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മളത് 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം 1 മണിക്കൂറൊന്നും ഞാൻ വെക്കില്ല കേട്ടോ. ഞാൻ അരമണിക്കൂറേ വെക്കുന്നുള്ളൂ. അപ്പോൾ അത് എടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു കോട്ടിങ് ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ 1 മുട്ട ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്, 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ടുണ്ട്. ഇത് മൂന്നും പാടെ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുക്കുക. അത് കുറച്ച് ഒരു ടൈറ്റ് പോലെ തോന്നിയപ്പോൾ ഞാൻ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്. അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ചിക്കനിലേക്ക് ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ഇത് മിക്സ് ആക്കിയ ഇതിന് കോട്ടിങ്ങുള്ള മിക്സ് നമ്മളിത് അതിലേക്ക് മുഴുവനായിട്ട് ചിക്കനിലേക്ക് ഒഴിക്കേണ്ടത്. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ചിക്കൻ എടുത്തതിന് ശേഷം ഞാൻ ഈ മിക്സ് മുഴുവനായിട്ടും അതിൽ ഒഴിച്ചിട്ട് കൈകൊണ്ട് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലപോലെ തന്നെ മിക്സ് ആക്കണം. എല്ലാ ഭാഗത്തും നമുക്ക് ഈ കോട്ടിങ് എത്തണം. നമ്മൾ വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ്റെ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ അടിച്ചു വിടാണ്ടൊക്കെ ഒന്ന് കാണുക. അപ്പോഴാണ് ഇതിൻ്റെ ഓരോന്നും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് അറിയുള്ളൂ. പിന്നെ ഇനി നമ്മൾ മിക്സ് ആക്കിയതിന് ശേഷം ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിത് ഇരുമ്പുചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ചിക്കൻ ഇടുന്നത്. ചിക്കൻ ഇട്ടതിന് ശേഷം ഞാനിത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടാണ് ഞാനിത് പൊരിച്ചെടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ചിടുക. ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ തിരിച്ചിടരുത്, ഇളക്കരുത്. അപ്പോൾ ഇതിൻ്റെ കോട്ടിങ് മുഴുവനായിട്ടും പോകും. ചിക്കൻ ഇട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് തിരിച്ചിടുക. തിരിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് ചട്ടകം കൊണ്ടൊക്കെ ഒന്ന് വിടുത്തി കൊടുത്താൽ മതി ഇതേപോലെ. എന്നിട്ട് നമ്മളിതൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടും കൂടി ഇരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തി 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പുറം കിട്ടും. പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചിട്ടതിന് ശേഷം അതിനെ തിരിച്ചും മറിച്ചിട്ടിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം കോരി എടുക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കോരി എടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് കോരി എടുക്കുമ്പോൾ ഇതിന് എണ്ണ ഒട്ടും കുടിക്കാതെ നമുക്ക് ചിക്കൻ പൊരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിത് രണ്ടാമത്തെ ബാച്ച് അതേപോലെ തന്നെ ഫ്രൈ ചെയ്യണം. ഒരു മീഡിയം സൈസുള്ള അല്ലെങ്കിൽ ചെറിയ പീസായാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ എടുക്കുക. വലിയ പീസൊന്നും എടുക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പി ആയി കിട്ടണം, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുണ്ടാകണം. അങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ ബാച്ചും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു കോട്ടിങ് ഉണ്ടാക്കണം. ഫ്രൈ ചെയ്ത് നല്ലപോലെ എണ്ണ വാർന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്.
എരിവും ഇതിലേക്ക് എടുക്കുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതൊരു വേറെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനതിലേക്ക് 3 ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ഒഴിച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 5-6 വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞിട്ടുണ്ട്. 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 2 ഇട്ടിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കനനുസരിച്ചിട്ട് വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കൂട്ടിയെടുക്കും. ഞാൻ അപ്പോൾ അതൊരു കുറച്ച് ചിക്കൻ എടുത്തു, ഒരു 750 ഗ്രാം ചിക്കനേ ഉണ്ടാവുള്ളൂ. അതിനാണ് ഞാൻ എടുത്ത മസാല. വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെയും പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം ഞാൻ 2 വലിയ തക്കാളി എടുത്ത് മിക്സിയിലിട്ട് നല്ലപോലെ പൾപ്പ് അടിച്ചെടുത്തതാണ്. ആ മിക്സും ഞാനിതിലേക്ക് മുഴുവനും ഞാൻ ചേർത്തിട്ടുണ്ട്. ഇതിൽ 3 ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നു. അത് ചേർത്തതിന് ശേഷം ഞാൻ 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. എന്നിട്ട് തക്കാളിൻ്റെ വെള്ളം മയമൊക്കെ മാറിയിട്ട് അതിൻ്റെ എണ്ണ, നമ്മൾ ഒഴിച്ച എണ്ണ നല്ലപോലെ തെളിഞ്ഞ് വരണം. അപ്പോൾ അത് എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തെളിഞ്ഞ് വന്നതിന് ശേഷം ഞാനിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ഇത് ഡാർക്ക് സോയാ സോസാണ്, അപ്പോൾ അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഒഴിക്കണം. നിങ്ങളുടെ അടുത്ത് ലൈറ്റ് സോയാ സോസ് ആണെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ ഒഴിക്കാം. ഇത് നമ്മൾ ഈ മസാലയിൽ ചിക്കനൊന്ന് കൂട്ടിയുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല എരിവും മധുരവും പുളിയും ഒക്കെ പാടങ്ങിയ ഒരു അടിപൊളി മസാല തന്നെയാണിത്. പിന്നെ അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നമ്മൾ മുളക് ചാച്ചതല്ലേ, ചില്ലി ഫ്ലേക്സ്, അതിടുന്നുണ്ട്. അതും കൂടി ഇടുമ്പോൾ അത് കാണാനും നല്ലൊരു ചന്തമാണ്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അത് നല്ലപോലെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ മുഴുവനായിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇനി അതൊന്ന് കോട്ടാക്കിയെടുക്കുക. ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും, ബായ്. നല്ലപോലെ കോട്ടായിരിക്കണം. നിങ്ങൾക്കിത് ഡ്രൈ ആയി എന്ന് തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് അതിൽ ചിക്കൻ ഇട്ടിട്ട് കോട്ടാക്കി എടുത്താലും മതി. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കുക, ചൂടോടുകൂടി സെർവ് ചെയ്യുക. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനെന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.